നമസ്കാരം. ഫെബ്രുവരി മാസമാണ്. ഇനിയിപ്പോൾ മാർച്ച്, പിന്നെ 10-ാം ഉദയം വരെ, ഏപ്രിൽ വരെ പോകും. ഈ 2-3 മാസക്കാലം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്, ഉത്സവങ്ങളാണ് നടക്കുന്നത്. ശിവരാത്രി ക്ഷേത്രങ്ങളിൽ പല സ്ഥലത്തും കൊടി കയറി കഴിഞ്ഞു. 10 ദിവസത്തെ ഉത്സവമുള്ള അമ്പലങ്ങളിലൊക്കെ ശിവരാത്രിക്ക് കൊടി കയറി കഴിഞ്ഞു, ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു. പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാംസ്കാരിക സമ്മേളനങ്ങൾ, അന്നദാനം ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. മിക്കവാറും ക്ഷേത്രങ്ങളിൽ അന്നദാനമുണ്ട്. അതുപോലെ തന്നെ അവാർഡുകൾ കൊടുക്കൽ, ആദരിക്കൽ, സംഗീത പരിപാടികൾ, ഗാനമേള, ഇങ്ങനെ തുടങ്ങിയ വളരെ വ്യത്യസ്തമായ ഇടങ്ങളായിട്ടാണ് ഉത്സവങ്ങൾ നടക്കുന്നത്. ഇതിനിടയിൽ തിരുവനന്തപുരം ആഴിമല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ശിവ പ്രതിഷ്ഠ വച്ചതിൻ്റെ ഭാഗമായി വലിയ സ്പിരിച്വൽ ടൂറിസമാണ്. ഇനിയിപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കണ്ണകി, മധുരയെ ചുട്ടരിച്ച കണ്ണകിയുടെ വലിയ വിഗ്രഹം വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ വിഗ്രഹം വരുന്നതോടുകൂടി അത് വേറൊരു ടൂറിസവും കൂടിയാകും. അവിടെ സെൽഫി എടുക്കാനും അത് വേറൊരു ടൂറിസം കൂടിയാകും. കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം. വേറെ ഐതിഹ്യമുണ്ട്, വേറൊരു കാര്യമുണ്ട്, 2 കാര്യമുണ്ട്. ആ ക്ഷേത്രം എങ്ങനെ അവിടെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. എന്തായാലും ഒരു ചരിത്രം പറയുന്നത് മധുരയെ ചുട്ടരിച്ച കണ്ണകിയുടെ ഒരു സ്ത്രീയുടെ ശപഥത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഒരു സ്ത്രീയുടെ കഥയാണ് അത്. അപ്പോൾ അതിൻ്റെ വലിയ വിഗ്രഹം വരുന്നു, അവിടെ ഈ പ്രതിമ വരുന്നു. കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്നതാണത്. കോടിയാൽ ലക്ഷങ്ങൾ വരും. അപ്പോൾ എന്തായാലും ഉത്സവങ്ങളുടെ നാടാണ്. പഴയ കാലത്തെ ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ ഏത് ഗ്രാമം എടുത്താലും അവിടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ടാവും. ആ ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിനനുബന്ധിച്ച് സാംബശിവൻ്റെ കഥാപ്രസംഗം, KPSCയുടെ നാടകം, കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകം, ഇങ്ങനെ തുടങ്ങിയ, പിന്നെ തിരുവനന്തപുരം സൗപർണിക, സംഘചേതനയൊക്കെ വളരെ വലിയ നാടക സമിതിയായിരുന്നു. സൗപർണികയൊക്കെ, വൈക്കം മാളവികയൊക്കെ വളരെ പ്രസിദ്ധമാണ്. കണ്ണൂർ സംഘചേതന, കണ്ണൂരുണ്ടൊരു സംഘചേതന. അതുപോലെ തന്നെ KPSC വളരെ പ്രസിദ്ധമായ നാടക സംഘം. കൊല്ലം കാളിദാസ കലാകേന്ദ്രം, മുകേഷിൻ്റെ അച്ഛനും ഓമാധവനും മുകേഷിൻ്റെ അമ്മയും ഒക്കെ കൂടെ നടത്തിയിരുന്ന, സിനിമാനടൻ മുകേഷിനെ നടത്തിയിരുന്ന ആ നാടക സംഘം. പിന്നെ അത് പോയിട്ട് കഥകളി, ഓട്ടംതുള്ളൽ, അങ്ങനെ പിന്നെ പിന്നെ പല ക്ഷേത്രങ്ങളിലും കൊച്ചുകുട്ടികളുടെ, അവിടുത്തെ കുട്ടികളുടെ അരങ്ങേറ്റങ്ങൾ, തിരുവാതിര, അതുപോലെ തന്നെ ഡാൻസ്, പാട്ട്, ഇങ്ങനെ വലിയ ഒരു സാംസ്കാരിക ഇടമാണ് ഉത്സവങ്ങൾ നടക്കുന്നത്. ബാക്കി ക്ഷേത്രത്തിൽ പൂജകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും, സ്പെഷ്യൽ പൂജകളൊക്കെ നടക്കും. പക്ഷേ വളരെ പ്രധാനം ആ പ്രദേശത്തിൻ്റെ സാംസ്കാരിക സമന്വയ കേന്ദ്രങ്ങൾ കൂടിയാണ് ക്ഷേത്രം. ജാതിയും മതവും ഒക്കെ ഉണ്ട് മനുഷ്യന്. അതെല്ലാം ഒരു നാൾ കൊണ്ട് മുഴുവൻ പറിച്ച് കളഞ്ഞിട്ട് മനുഷ്യൻ ജീവിക്കാൻ പ്രായോഗികമല്ല. ഉണ്ടല്ലോ, അതങ്ങനെ ഒരു സംവിധാനമുണ്ട്. ഒരു സ്വത്വബോധം കിടപ്പുണ്ട്. ഞാൻ ജനിച്ച ജാതി, ഞാൻ ജനിച്ച മതം എന്നൊരു സ്വത്വബോധം ഇവിടെ ഉണ്ട്. പേരിലുണ്ട്. നായർ എന്ന പേര് വച്ചിരിക്കുന്നവരുണ്ട്, പണിക്കർ എന്ന പേര് വച്ചിരിക്കുന്നവരുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഓരോ ജാതി, നമ്പൂതിരി, പിന്നെ അത് വർമ്മയൊക്കെ ഉണ്ടല്ലോ, പേരിൽ വർമ്മയുണ്ട്, നമ്പൂതിരിയുണ്ട്, എമ്പ്രാതിരിയുണ്ട്, പോറ്റിയുണ്ട്. ഇങ്ങനെ പല പേരുകൾ തന്നെ ജാതി അറിയാൻ പറ്റുന്ന രീതിയിലുള്ള പേരുകൾ പോലും ഉണ്ട്. ജാതി ഒരു യാഥാർത്ഥ്യമാണ്, മതവും അതുപോലൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനതീതമായി ജനങ്ങളെ ചിന്തിപ്പിക്കാനുള്ള ഇടങ്ങൾ വേണം നമുക്ക്, സോഷ്യൽ സ്പേസ് വേണം. അങ്ങനെയുള്ളൊരു സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ ഇടമാണ് അമ്പലം. രാഷ്ട്രീയം ഞാൻ പറയാൻ കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒന്നിച്ചു കൂടാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആ അർത്ഥത്തിലാണ്. സാംസ്കാരികമായി ഒരുപാട് സാംസ്കാരിക പ്രവർത്തനം നടക്കുന്ന സ്ഥലമാണ് അമ്പലം. അപ്പോൾ അന്നദാനം ക്ഷേത്രത്തിൻ്റെ ആണെങ്കിലും അവിടെ ആബാലവൃത്ത ജനങ്ങളും ജാതി മത ഭേദമന്യേ, സമ്പന്ന ദരിദ്ര പാമര പണ്ഡിത ഭേദമന്യേ അവിടെ പ്രസാദം കിട്ടുന്നു എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിൽ അവിടെ ക്യൂ നിന്നേ നടക്കത്തുള്ളൂ, വേറെ പിന്നെ പരിപാടിയൊന്നുമില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് വളരെ വലിയ തോതിലുള്ളൊരു സാമൂഹ്യ നീതി, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ്, ഒരു സാമൂഹ്യ തുല്യതയൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് അമ്പലം. അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ സങ്കല്പം വന്നത്. ചുടലക്കളങ്ങളിൽ നിന്നാണ് ആദ്യത്തെ ക്ഷേത്ര സങ്കല്പം വരുന്നത്. അതിനു മുമ്പ് നമ്മുടെ ഹാരപ്പ സിന്ധു നദീതട സംസ്കാരവും ഹാരപ്പ മോഹൻജദാരോ സംസ്കാരത്തിലുമൊക്കെ നമുക്ക് ഗുണം തരുന്നതും പേടി തരുന്നതും രണ്ടുമുണ്ട്.
ഗുണം തരുന്നത് ഇപ്പോൾ സൂര്യൻ ഗുണം തരുന്നതാണ്, പേടിയല്ല ആളുകൾക്ക്. വായു, വെള്ളം, ജലദേവത, വായുവിൻ്റെ ദേവത, സൂര്യൻ്റെ ദേവത, ഭൂമിയുടെ ദേവത, ഇങ്ങനെ നമുക്ക് ഗുണം തരുന്ന എല്ലാറ്റിനെയും ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു രീതി, ആരാധനാക്രമം. അത് കഴിഞ്ഞ് ഭയമുള്ള പാമ്പ് പോലുള്ള ഭയമുള്ളതിനെയും, അല്ലെങ്കിൽ നമുക്ക് ഭയഭക്തി ഭയവും ഭക്തിയും കൂടെ ചേരുന്ന നാഗരാജാവ്, നാഗൂട്ട്, അങ്ങനെയുള്ള ആരാധനകൾ. അത് കഴിഞ്ഞിട്ട് ചുടലമാടന്മാരെ, ചുടലക്കളങ്ങൾ ആരാധിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് സമാധികൾ ആരാധിച്ചു തുടങ്ങി. ആളുകളിലെ സമാധികൾ, ഇപ്പോൾ ശ്രീധര ഗുരുദേവൻ്റെ സമാധി സ്ഥലമൊക്കെ ആളുകൾ ദൈവതുല്യമായി ബഹുമാനിക്കുന്ന, ആദരിക്കുക. ഇപ്പോൾ ശ്രീനാരായണ ഗുരു, കരുണാകര ഗുരു പോത്തൻകോട് ആശ്രമത്തിലെ തെക്കാട് അയ്യാവ് ഗുരു, തെക്കാട് അയ്യാവ് ഗുരു ഒന്നും ദൈവമൊന്നും ആയിരുന്നില്ല. അദ്ദേഹം മരിക്കുന്നതുവരെ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ സൂപ്രണ്ട് അയ്യാവായിരുന്നു. പക്ഷെ അദ്ദേഹം സമാധി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ വിഗ്രഹമല്ല, അദ്ദേഹത്തിൻ്റെ പിന്നെ ഇത് വച്ചിട്ടുണ്ട് അവിടെ, പ്രതിഷ്ഠയൊക്കെ വച്ച് തെക്കാട് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രം, അവിടെ വേറെ ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമുണ്ട്, എങ്കിലും അദ്ദേഹത്തിൻ്റെയും പ്രതിഷ്ഠയൊക്കെ അവിടെ വച്ചിട്ടുണ്ട്. അവിടെ ആളുകൾ പോകുന്നു, പൂജിക്കുന്നു, മാലയിടുന്നു, ദീപം കൊളുത്തുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴങ്ങനെ വന്ന ഒരു ദേവതാ സമ്പ്രദായം വന്നിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായ ദേവതാ രീതികൾ വന്നിട്ടുണ്ട്. വീടുകളുമായി ഇത് ബന്ധപ്പെടുത്തി നാഗരികാവുകൾ, കൊടുതികൾ, ഈ ചെറിയ ചെറിയ വീടുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പൂജാസ്ഥലങ്ങൾ. അപ്പോൾ പിന്നെ പരദേവത സമ്പ്രദായം, കുടുംബദേവതാ സമ്പ്രദായം, വീട്ടിനകത്ത് പൂജ, ആൽത്തറകൾ വെച്ചുള്ള പൂജ, വീട്ടിൽ ആൽത്തറയും വെച്ചും വീട്ടിനകത്തും കാമ്പൗണ്ടിനകത്തും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ വെച്ച് പൂജിച്ചിരുന്നത് പോലെ കുടുംബദേവത പോലെയൊക്കെ ഗ്രാമദേവതയുണ്ട്. ഒരു ഗ്രാമം എടുത്താൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരിക്കും, പ്രധാനപ്പെട്ട ക്ഷേത്രം, പിന്നെ കൊച്ചു ക്ഷേത്രങ്ങൾ കാണും, എങ്കിലും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രം ഗ്രാമത്തിൽ കാണും. അതിനെ ഗ്രാമദേവത എന്ന് പറയും. ആ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും ജനങ്ങൾക്ക് ക്ഷേമം തരുന്നതും രോഗം വരാതെ കാക്കുന്നതുമൊക്കെ ആ ദേവതയാണ്, ദേവനായാലും ദേവിയായാലും. അതാണ് സമ്പ്രദായം. പിന്നെ ഗുരുവായൂർ, തിരുപ്പതി, മൂകാംബിക, ശബരിമല പോലുള്ള പ്രശസ്തി വരുമ്പോൾ, അതും തുടങ്ങിയത് പ്രാദേശികമായിട്ടാണല്ലോ, ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ. പക്ഷേ അതിന് പ്രശസ്തി വരുമ്പോൾ സിനിമ വന്നു. ഇപ്പോൾ ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞ സിനിമ വന്നു. ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് അത്ഭുതങ്ങൾ പറയുന്ന ഒരുപാട് സിനിമകൾ വന്നു. ശബരിമല അയ്യപ്പനെക്കുറിച്ച് അത്ഭുതങ്ങൾ പറയുന്ന സിനിമകൾ വന്നു. തിരുപ്പതിയെക്കുറിച്ച് വന്നു. അതുപോലെ തന്നെ മൂകാംബികയെക്കുറിച്ച് വന്നു. പിന്നെ പ്രശസ്തരായ ആളുകൾ പോകുന്നത് വരും. യേശുദാസൊക്കെ മൂകാംബികയിൽ സ്ഥിരം പോകുന്ന ആളാണ്, സിനിമാ നടന്മാരും അവരൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഉത്സവങ്ങൾ വരുമ്പോൾ അത് ടി വിയിലും ചാനലിലും ഒക്കെ കാണിക്കുന്നത്. അങ്ങനെ വലിയ പബ്ലിസിറ്റി വന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി ആളുകൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പോകാൻ തുടങ്ങി. ഒരിക്കൽ പോയി ഒരു ഇഷ്ടം വന്നാൽ വീണ്ടും, ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ സ്ഥിരമായി പോകുന്നവരുണ്ട്. ശബരിമല 41 വർഷമൊക്കെ പോകുന്നവരുണ്ട്. 18 മലയും ചവിട്ടി പിന്നും പോകുന്നവരുണ്ട്. 41 വർഷമായി തുടർച്ചയായി പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ തുടർച്ചയായി അമ്പലങ്ങളിൽ പോകുന്ന വലിയ അമ്പലങ്ങളുണ്ട്. തെക്കേ ഇന്ത്യയിൽ ഈ പ്രധാനപ്പെട്ട വലിയ അമ്പലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തിരുപ്പതി, വെങ്കടാചലപതി ആന്ധ്രയിലാണ്. അത് കഴിഞ്ഞാൽ മൂകാംബിക കർണാടകത്തിലാണ്. മംഗലാപുരത്തും കഴിഞ്ഞിട്ട് കർണാടകത്തിലാണ്. അത് വളരെ വലിയ അമ്പലമാണ്. പളനി വളരെ പ്രസിദ്ധമായ അമ്പലമാണ് തമിഴ്നാട്ടിൽ. പിന്നെ രാമേശ്വരം വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. മധുരൈ മീനാക്ഷി വളരെ വലിയ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അപ്പോൾ മധുര, രാമേശ്വരം, പളനി അങ്ങനെ തുടങ്ങിയിട്ടുള്ള തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രം. പിന്നെ ചിദംബരമുണ്ട്. അത് കുറച്ചുകൂടി തമിഴ്നാട്, ചെന്നൈ പോയിട്ട് പോകുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇന്ത്യയിലെ അയോധ്യ, മധുര ശ്രീകൃഷ്ണ ക്ഷേത്രം, മധുര, സോമനാഥ ക്ഷേത്രം, ഗുജറാത്ത്, അങ്ങനെ വളരെ വലിയ ക്ഷേത്രങ്ങൾ വേറെയുണ്ട്. അപ്പോൾ ഇതെല്ലാം തീർത്ഥാടനങ്ങൾക്ക് ആൾക്കാർ, ടൂറിസവും കൂടിയായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഭക്തിക്ക് വേണ്ടി പോകുന്ന ആളുകളുണ്ട്, ഭക്തിയും ടൂറിസവുമായി ചേർന്ന് പോകുന്നവരുണ്ട്, ടൂറിസത്തിന് മാത്രമായി പോകുന്നവരുണ്ട്, വെറുതെ ഒന്ന് കാണാൻ മാത്രമായി പോകുന്നവരുണ്ട്. ഇങ്ങനെ പല രൂപത്തിലാണ് ക്ഷേത്രങ്ങളിലേക്ക് ആളുകൾ പോകുന്നത്. ക്ഷേത്രം തന്നെ ഒരു ആരാധനാക്രമം എന്നുള്ള രീതിയിലാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തികളെ ആവാഹിച്ച് വച്ചിരിക്കുന്ന ഒരു ശില്പത്തിൽ. പിന്നെ പോറ്റിയും തന്ത്രിയും ഒക്കെ കൂടി, മേൽശാന്തിയും തന്ത്രിയും എല്ലാം കൂടി അവർ പൂജ ചെയ്ത് ആവാഹിച്ച് പ്രപഞ്ചത്തിൻ്റെ ശക്തികളെ അതിൻ്റെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. അതിനൊരു ഭാവം കൊടുക്കുന്നു, ആ ഭാവത്തെ ആരാധിക്കുന്നു. ഇതാണ് അത്രേ ഉള്ളൂ. അതിനൊരു സങ്കല്പം. അതാണ് സങ്കല്പം മാത്രമാണ് എന്നാണ്, സങ്കല്പിച്ചിട്ടാണ് ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ. ഇത് ഇന്ന രൂപത്തിലുള്ളൊരു വിഗ്രഹം അത് കൃഷ്ണൻ, ഇതിൻ്റെ രൂപത്തിലുള്ളൊരു വിഗ്രഹം അത് ശിവൻ, ഇന്ന രൂപത്തിലുള്ളത് ബ്രഹ്മാവ്, ഇന്നത് ഗണപതി, ഇന്നത് മുരുകൻ എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായ രീതിയിൽ പഴയ ആളുകൾ ചെയ്തു വച്ചിട്ടുണ്ട്.
ഓരോന്നിനും ഓരോ കഥകളും ഉപകഥകളും ഐതിഹ്യങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ട്. പാട്ടുകളുണ്ട്. എത്രയോ മനോഹരമായ ഗാനങ്ങളാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇത് ചെയ്തത്. ഇപ്പോൾ ഇന്നത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയൊന്നും വരാത്ത നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് ഇതൊക്കെ. എത്ര മനോഹരമായിട്ടാണ്. മഹാഭാരതം എഴുതിയ സമയത്ത് എന്താണ് എഴുത്തിൻ്റെ ലോകം, രാമായണം എഴുതുന്ന കാലത്തോ ഈ വന്ന പുരാണങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ വേദങ്ങളൊക്കെ എഴുതി, പിന്നെ ഉപനിഷത്തുകളൊക്കെ എഴുതി പിടിപ്പിച്ച് വച്ചിരിക്കുന്നത് ഏത് കാലത്താണ്? എന്തെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉണ്ടോ? താളിയോലയിലൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആണിയൊക്കെ എഴുത്താണി വെച്ച് താളിയോലയിലൊക്കെ എഴുതി വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് സംസ്കൃതത്തിൽ, പിന്നെ അത് മലയാളത്തിൽ കൊണ്ടുവരണം. ഇതൊരു പണിയാണ് നടന്നത്. എത്ര ബൗദ്ധികമായ വർക്കായിരിക്കും നടന്നത്. അല്ല ചുമ്മാ വഴി പോകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ലല്ലോ അത്. അപ്പോൾ അത്ര വലിയ ഒരു സംവിധാനം ഉണ്ടായിരുന്ന ഒരു വലിയ സംസ്കൃതിയാണ്. പിന്നെ മാടൻ എന്ന് പറഞ്ഞാൽ, മാടൻ എന്ന് പറയുന്ന ദേവൻ മാടം കെട്ടി, മാടം എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ് കെട്ടി ചെയ്തിരുന്നതാണ്. അത് വേറൊന്നുമല്ല, ഈ കൃഷിക്കൊക്കെ പോകുന്ന ആളുകൾ, അവർക്ക് കൃഷി കഴിഞ്ഞ് നേരെ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, അവിടെ തന്നെ കിടക്കുകയാണ്. പലപ്പോഴും കൃഷി ഇടത്തിൽ തന്നെ കിടന്നൊക്കെയാണ് അവർ അവിടെ തന്നെ ഓപ്പൺ സ്പേസിൽ പോവുക, ബാത്റൂമിൽ പോയി അവിടെ നിന്ന് തന്നെ കുളിക്കുക, അവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കുക, പാചകമൊക്കെ ഉണ്ടാക്കി കഴിക്കുക. കൂടുതലും കപ്പ, അതുപോലത്തെ ചെറിയ ചെറിയ കാര്യം, കഞ്ഞി, കപ്പ, ഇതൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ കൃഷി ചെയ്തിരുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് ഒരു ചെറിയ മാടം പോലെ ഓല കൊണ്ട് കെട്ടി അതിനകത്തൊരു പ്രതിഷ്ഠ എടുത്ത് വെച്ച്, കല്ലെടുത്ത് വെച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അവിടെ എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെയാണ് മാടൻ്റെയൊക്കെ കഥ വരുന്നത്. മറുതായിയാണ്. തായി അമ്മ, ഈ ദേവതാ സങ്കല്പം, അതിൻ്റെ മറുതായി ഇങ്ങനെ വെച്ചാണ് അത് മറുതയൊക്കെ ആയത്. അവസാനം മലയാളി പറഞ്ഞു മാടനും മറുത എന്നൊക്കെ പറഞ്ഞ് അത് വേണ്ട നാശക്കോട്ടയാക്കി. മനുഷ്യരല്ലേ, അവൻ്റെ കയ്യിൽ കിട്ടി എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ നശിപ്പിച്ച് റെഡിയാക്കും. അപ്പോൾ എന്തായാലും അങ്ങനെ വിവിധങ്ങളായ ദേവതാ സമ്പ്രദായം വന്നു. പിന്നെ വിഷ്ണു സങ്കല്പം വന്നു, ബ്രഹ്മാവിൻ്റെ സങ്കല്പം. ബ്രഹ്മാവിന് ക്ഷേത്രം കുറവാണ്, അത് വേറൊരു കഥയാണ്. മഹേശ്വരൻ്റെ വന്നു. പിന്നെ വൈഷ്ണവ സിദ്ധാന്തവും ശൈവ സിദ്ധാന്തവും വന്നു. അവർ തമ്മിൽ എല്ലാ കാലവും തർക്കവുമായിരുന്നു. പിന്നെ അയ്യപ്പൻ്റെയൊക്കെ ജനനത്തോടു കൂടിയാണ് അവർ തമ്മിലൊക്കെ ഒന്നിക്കാൻ തുടങ്ങിയത്. പിന്നെ ദേവതാ സമ്പ്രദായം, ഈ ശാക്തേയ സമ്പ്രദായം വന്നു. ആദിപരാശക്തി അമ്മയാണ്, ദേവിയാണെന്നുള്ള സങ്കല്പങ്ങൾ വന്നു. കാളി സങ്കല്പം വന്നു, ഭദ്രകാളി സങ്കല്പം വന്നു. അങ്ങനെ മനുഷ്യർക്ക് അവരുടെ സ്വത്വബോധത്തിനനുസരിച്ച്, അവൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് ഏതെല്ലാം തരത്തിൽ ദൈവങ്ങളെ സൃഷ്ടിക്കാമോ, ഭാവങ്ങളുടെ രൂപത്തിൽ. പിന്നെ പ്രായത്തിൽ ഇപ്പോൾ കുഞ്ഞു കണ്ണനുണ്ട്, കുട്ടി കൃഷ്ണനുണ്ട്, കുറച്ചുകൂടെ മുതിർന്ന കൃഷ്ണനുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളാണ് ഇതെന്ന് പറയുന്ന സങ്കല്പമുണ്ട്. അനന്തപത്മനാഭ ക്ഷേത്രത്തിൽ എന്നാൽ വയസ്സായ അനന്തശയനമാണ്, ചെറിയ ആളല്ല, കിടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ തരത്തും ഗണപതി തന്നെ എത്ര തരത്തിൽ. ദേവി തന്നെ സരസ്വതി ദേവിയുണ്ട്, വിദ്യയുടെ ആളായി. ലക്ഷ്മി ദേവിയുണ്ട്, ധനത്തിൻ്റെ ആളായിട്ട്. പാർവതിയുണ്ട്, പരമശിവനുണ്ട്, ഗണപതിയുണ്ട്, മുരുകനുണ്ട്. ഇങ്ങനെ വളരെ വ്യത്യസ്ത ഹനുമാനുണ്ട്, രാമനുണ്ട്, സീതയുണ്ട്, രാവണനുണ്ട്. പിന്നെ വളരെ വളരെ വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ദൈവത്തിൻ്റെ രൂപത്തിൽ. ഇതിനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകിൽ പിന്നെ രൗദ്രഭാവം, ശൃംഗാരഭാവം, ദേഷ്യഭാവം, സ്നേഹത്തിൻ്റെ ഭാവം, ഇങ്ങനെ ഭാവങ്ങൾ ഓരോ കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഭാവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടും വിഗ്രഹങ്ങളുണ്ട്. അങ്ങനെ അപ്പോൾ എന്താണോ മനുഷ്യൻ ചിന്തിക്കുന്നത്, അവൻ്റെ ചിന്താമണ്ഡലത്തിൽ വരുന്ന ബുദ്ധി യുക്തി എന്താണോ അതിനനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ ശക്തികളെ ഒരിടത്തേക്ക് ആവാഹിച്ച് അതിൽ പ്രാർത്ഥിക്കുന്നു. എത്ര മനോഹരമാണ് ആ സങ്കല്പം. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തിന് വേണേണ്ടെന്നുള്ളത് വേറെ രണ്ടാമത്തെ വിഷയം. പക്ഷേ സങ്കല്പം എത്ര നല്ലതാണ്. എൻ്റെ മനസ്സും ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സുമായി സംവേദിക്കാൻ, എനിക്കും ഈ പ്രപഞ്ചവുമായി ഒന്ന് ആശയസംവാദം നടത്താൻ, ഒരു കണ്ണാടിയുടെ രൂപത്തിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഞാൻ കാര്യങ്ങൾ പറയുന്നത് പോലെ, ഒരു കണ്ണാടിയിൽ നോക്കി എൻ്റെ ബിംബം കാണുന്നത് പോലെ, കണ്ടീഷനുകളില്ലാതെ, ഉപാധികളില്ലാതെ അൺകണ്ടീഷണലായി സംവേദനം നടത്താൻ കഴിയുന്ന ഒരു രൂപം. അതുകൊണ്ട് മനുഷ്യർക്ക് ഒരുപാട് പേർക്ക് നന്മയുണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെടുക്കുന്നത് ഈ ഒരു സങ്കല്പം കൂടെയാണ്. ഒന്നുകിൽ ഭയന്നിട്ടായിരിക്കും, അങ്ങനെയൊക്കെ ചെയ്താൽ പാപം കിട്ടുമെന്നുള്ള ഭയന്നിട്ടായിരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ, സമൂഹത്തിന് ഗുണമുണ്ടല്ലോ, വ്യക്തിക്ക് സമൂഹത്തിന് ഗുണമുണ്ടല്ലോ. അല്ലെങ്കിൽ എന്തെങ്കിലും ദുഷ്ടത്തരം ചെയ്താൽ പാപം കിട്ടും, അല്ലെങ്കിൽ മരിച്ചു പോകും, അല്ലെങ്കിൽ കഷ്ടപ്പാട് വരുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ഒന്നുകിൽ ഭയം അല്ലെങ്കിൽ പേടി, ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഭക്തി, ബഹുമാനം, ആദരവ്, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ്. കാരണം ഏതായാലും റിസൾട്ട് നല്ലതല്ലേ.
പിന്നെ ഇതിൻ്റെ ചൂഷണത്തെക്കുറിച്ച് അത് വേറെ ചർച്ച ചെയ്യണം. അത് മനുഷ്യൻ എവിടെയൊക്കെ ഇടപെടുമോ അവിടെയെല്ലാം അനാവശ്യമായ ചൂഷണങ്ങൾ എല്ലാ രംഗത്തുമുണ്ട്. സകല മേഖലയിലും മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ചൂഷണത്തിൻ്റെ കഥയുണ്ട്. അത് വേറെ ചർച്ച ചെയ്യണം, ഇത് വേറെ ചർച്ച ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കഥ ഉത്സവങ്ങളുടെ നാടാണ്. ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ, ക്ഷേത്രാരാധനാക്രമങ്ങൾ എങ്ങനെയാണ് വന്നത് എന്ന് പറയാനാണ് ശ്രമിച്ചത്. ഇങ്ങനെ പല രൂപത്തിൽ, മനുഷ്യരൂപത്തിലുള്ള, പിന്നെ മനുഷ്യരൂപത്തിൽ ജന്മമെടുത്തവരും സമാധിയോ അല്ലെങ്കിൽ അവർ പോയതിനു ശേഷം, ദേഹം പോയതിനു ശേഷം അവരെ പൂജിക്കുന്നുണ്ട്. സത്യസായി ബാബ, ഷിർദി സായി ബാബ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ, പിന്നെ സ്വാമിമാർ, സന്യാസിമാർ, രമണ മഹർഷിയെ പോലുള്ള ആളുകൾ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിന്നെ സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, ഇങ്ങനെ തുടങ്ങി വന്നിട്ടുള്ള മഹാരഥന്മാരായിട്ടുള്ള ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരെയൊക്കെ പൂജിക്കുന്ന ഒരു സങ്കല്പത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ വിഷയം വളരെ ലളിതമാണ്. മനുഷ്യൻ്റെ മനസ്സിന് ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും അവ ശരിയായ രീതിയിൽ ഉണ്ടാക്കുന്നതിനും അവ നിലനിർത്തുന്നതിനും ആനന്ദം കണ്ടെത്തുന്നതിനും അവൻ ഈ പ്രകൃതിയുമായി ഒന്ന് സംവേദനം നടത്തുന്നു, അതിനൊരു ഉപാധി സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ ചർച്ച ചെയ്ത് ആയുസ് കളയേണ്ട കാര്യമില്ല. താല്പര്യമുള്ളവർ അങ്ങോട്ട് പോവുക, താല്പര്യമില്ലാത്തവർ പോകണ്ട എന്ന് മാത്രമേ അതിനകത്തുള്ളൊരു കാര്യമുള്ളൂ. അല്ല ഉണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിലൊന്നും ഒരർത്ഥവുമില്ല. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്നൊരു സാധനവുമല്ല അത് വേറൊരു തലമാണ്. എന്തായാലും ഞാൻ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ വരവിനെക്കുറിച്ചുമൊക്കെയാണ് ഇന്ന് സൂചിപ്പിച്ചത്. ഉത്സവങ്ങളുടെ കാലമായതുകൊണ്ട് ഈ ഒരു അറിവ് ഏവർക്കും വളരെ മനോഹരമായിരിക്കും.